ഹലോ, റേഷ്യാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വാളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ലൈറ്റ് സെറ്റപ്പാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്ലോക്കിൻ്റെ ഒരു റിങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല കട്ടിയുള്ള ഒരു ബാഗില്ലേ അതും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസിൽ നമ്മളിതുപോലെ ആ റിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ റൗണ്ട് ഒന്ന് കറക്റ്റ് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ വരച്ചെടുത്ത ഭാഗത്ത് നമുക്ക് ഒരു മൗണ്ടെയിൻ ഒന്ന് വരച്ചെടുക്കാം. ആദ്യം ചെറുതാണ് നമ്മൾ വരച്ചെടുക്കുന്നത്, അതായത് ഫസ്റ്റിൽ വെക്കാനായിട്ടുള്ള ആ ഒരു മൗണ്ടെയിൻ പാർട്ടാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ തുമ്പത്തായിട്ട് ഒരു കുറച്ച് ഭാഗം ഒന്ന് വരച്ചെടുക്കാം. അത് നമുക്ക് ആ റിങ്ങിൽ വെക്കുന്ന സമയത്ത് ഒന്ന് റിങ്ങിൽ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ പോർഷൻ വരക്കാൻ വേണ്ടിയിട്ടേ ഇതുപോലെ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ റിങ് അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ രണ്ടാമത്തെ ആ ഒരു മൗണ്ടെയിൻ വേണ്ടത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് വരച്ചെടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ആ രണ്ടാമത്തെ പോർഷൻ്റെ ആ ഒരു തുമ്പത്ത് കുറച്ച് ഒരു ഭാഗം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് മൂന്നാമത്തതും നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നാമത്തത് വരക്കാൻ വേണ്ടിയിട്ട് ഒന്നും രണ്ടും വെച്ചിട്ട് നമ്മൾ ആ മൂന്നാമത്തെ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു കുറച്ച് കട്ടിങ് ഭാഗം ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത് കട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ഭാഗം വിട്ടുപോയില്ലേ, ആ ഒരു ഭാഗത്ത് ഞാൻ വേറൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ആ ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 3 ആ പീസിൻ്റെയും മടക്കുകൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സെറ്റാക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് പെയിൻറ്റ് കൊടുക്കണം. ഞാനിവിടെ ആദ്യം ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ളായിട്ട് കൊടുത്തിട്ട് നമ്മളെ ഗോൾഡൻ പൗഡർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി വരുമ്പോൾ അത് മനസ്സിലാവും. അപ്പം നമുക്കിനി ഇത് ഈ ഒരു പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുന്നായിട്ട് ഞാനിതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് ലൈറ്റാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹോളിൽ കൂടെ അതിൻ്റെ വയറിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ആ ഒരു ചെറിയതായിട്ടുള്ളതില്ലേ അതാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ പോർഷൻ സെയിം അതേപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ഗ്ലൂ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തതും ആദ്യം വെച്ചതിൻ്റെ തൊട്ട് കുറച്ച് മേലായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പോർഷൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു ഗ്യാപ്പ് വരാതെ നോക്കുക. പിന്നെ മൂന്നാമത്തെ ഭാഗം അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്ക് എനിക്ക് എന്തോ ഒരു ഫുള്ളായിട്ടൊരു ഡാർക്ക് വന്നപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വേറൊരു കളറിൽ ട്രൈ ചെയ്ത് നോക്കി. ആദ്യം ഒരു ബ്രൗൺ കൊടുത്തു, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ കൊടുത്തു, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കൊടുത്തു, പിന്നെ അതിൻ്റെ മേലെ സിൽവർ കോട്ടിങ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.